സുഹൃത്തുക്കളെ, ഒരു പകൽക്കാലം ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഈ ദൈവം തന്ന ഈ അവസരത്തിനായി ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ എന്നെ കേട്ടിരിക്കുന്ന അവർക്ക് എല്ലാവർക്കും നിങ്ങളോടുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവവചനം കുറച്ച് നേരം നമുക്ക് ചിന്തിക്കാം. ഈ ദൈവവചനം എത്ര മാധുര്യമാണെന്നും നമ്മുടെ ജീവിതത്തിൽ എത്ര ശക്തി പകരുന്നതാണെന്നും നമ്മൾ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഈ ക്രിസ്തീയ ജീവിതം എന്താണെന്നുള്ളത് നമുക്ക് ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾ കേൾക്കുന്നവർ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, ഞാൻ ഇനി അടുത്ത ഒരു 22 മിനിറ്റുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ചെറിയ രൂപരേഖ തരുവാൻ നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിതിനെ പല രീതിയിൽ കണ്ടിട്ടുണ്ടാകാം. ഇതിൻ്റെ ഒരു വ്യത്യസ്തമായ തലങ്ങളായിരിക്കും ഒരുപക്ഷെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. അപ്പോസ്തലന്മാർ ആണ് ഇതിൻ്റെ തുടക്കം, അല്ലേ? യേശു ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞു. പത്രോസിൻ്റെ കയ്യിൽ സഭയുടെ താക്കോൽ തരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പത്രോസാണ് ആദ്യത്തെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തികളിൽ ചെയ്തത്. അതാണ് താക്കോൽ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു തുടക്കം പത്രോസിലൂടെയാണ് ഉണ്ടായത്. പിന്നീട് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു, അല്ലേ? 2000-ഓളം വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് പല സംഭവവികാസങ്ങളും ഉണ്ടായി. സഭയുടെ സംബന്ധിച്ചും പല കാര്യങ്ങളും ഉണ്ടായി. പക്ഷെ ഇതെല്ലാം ഉണ്ടായപ്പോഴും മാറാത്തതായി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പല ആളുകൾ മാറി, മരിച്ചുപോയി. സഭകൾ, പ്രസ്ഥാനങ്ങൾ എല്ലാം പലവിധമായി. പലതും നിന്നു, ഇല്ലാതെയായിപ്പോയി, പുതിയത് വന്നു. ഇതെല്ലാം വരുമ്പോൾ തന്നെ നമുക്ക് അവൈലബിളായിട്ടുള്ള മാറാത്ത ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളാണ്, ദൈവവചനം. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ഈ ദൈവത്തിന് മാറ്റമില്ല എന്ന് മനസ്സിലാവും, അല്ലേ? മനുഷ്യർ ഉണ്ടാക്കിയ പല കാര്യങ്ങളും മാറ്റം വരുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ മാറ്റാൻ പറ്റാത്തത് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളാണ് ഏറ്റവും, അല്ലേ? യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ആർക്കും മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലേക്ക് ചെന്ന് നോക്കണം. എന്താണ് യേശു പഠിപ്പിക്കുന്നത്? യേശു സാധാരണ മനുഷ്യരാണ് പഠിപ്പിക്കുന്ന പോലെയാണോ പഠിപ്പിച്ചത്? അതോ ഇത് സ്വർഗീയമായ വചനങ്ങളാണോ അതോ മാനുഷികമായ വചനങ്ങളാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഈ കർത്താവിൻ്റെ വചനത്തിലുള്ള നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പല അനുഭവങ്ങളല്ല ഇന്ന് ലോകമെമ്പാടും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ പല സഭകൾ, പല പ്രസ്ഥാനങ്ങളുള്ളപ്പോൾ തന്നെ നമ്മുടെ ദൈവവചനം എപ്പോഴും പരിശോധിക്കണം. കാരണം കർത്താവ് പറഞ്ഞു, ഈ വചനങ്ങളാൽ, ഇപ്പോൾ സംസാരിച്ച വചനങ്ങളാൽ നിങ്ങൾക്ക് ശുദ്ധി വന്നു എന്നാണ് പറയുന്നത്. ഇതേ വചനം ആകാശം ഭൂമിയും മാറിപ്പോയാലും ഈ വചനങ്ങൾക്ക് ഒരു നാളും മാറിപ്പോകില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വചനങ്ങളാൽ തന്നെ നമ്മളെ ന്യായം വിധിക്കുമെന്ന് പറയണം. ഞാൻ ബൈബിൾ എടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അല്പനേരം കിട്ടുമ്പം ഇത് ബൈബിളിലേക്ക് മറിക്കാനും തിരിക്കാനും പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ സമയം നഷ്ടപ്പെടും. ഞാൻ സംസാരിക്കുന്നത് 100% വചനത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. നിങ്ങളിത് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില ലേഖനങ്ങളോ അല്ലെങ്കിൽ സുവിശേഷങ്ങളെക്കുറിച്ച് ഇന്ന ആളാണ് എഴുതിയെന്ന് പറയും. ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അറിയാത്തവരാണെങ്കിൽ കൂടുതൽ ഞാൻ നിങ്ങളെ വരുന്ന ആളുകളെല്ലാം സഹായിക്കാം. അപ്പം നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭകൾ മാറും, പ്രസ്ഥാനങ്ങളെല്ലാം മാറിപ്പോവും. എന്താണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. ക്രിസ്ത്യാനിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാണുന്ന പല കാര്യങ്ങളുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതായത് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നും ഈ യേശുക്രിസ്തുവിൻ്റെ വിളിയാണ്, യേശുക്രിസ്തു മനുഷ്യരെ വിളിക്കുന്ന ഒരനുഭവമാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിശ്വാസികളെന്നെല്ലാം പറയും. ഈ വിശ്വാസികളെക്കാളും ഒരു ഹയർ ഗ്രേഡുള്ളൊരു കാര്യമാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് വിശ്വാസി എന്നുള്ള ഒരു വാക്കല്ല ഉപയോഗിച്ചത്. അല്പവിശ്വാസികളെന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗമല്ല പറഞ്ഞത്. വിശ്വാസി എന്നല്ല കർത്താവ് നമ്മളെ കുറിച്ച്, നിങ്ങൾ
വാസ്തവമായ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണെങ്കിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഇത് കേട്ടിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ദൈവം, പിതാവാം ദൈവം പുത്രനായി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു അല്ലേ. അപ്പോൾ ദൈവത്തിൽ 3 ആളത്വങ്ങളെ നമുക്ക് കാണാം: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു. അപ്പോൾ അതിലൂടെ യേശുക്രിസ്തുവിലൂടെയുള്ള വിളിയെയാണ് നമുക്ക് ഈ ദൈവവചനത്തിൽ കാണാം. ശിഷ്യന്മാരെ വിളിക്കുന്നു അല്ലേ. അപ്പോൾ അവർ വിളിക്കുന്നത് ലോകപരമായ ഒരു കാര്യങ്ങൾക്കല്ല. നമ്മളെപ്പോഴും ഇവിടെയുള്ള പ്രതിഫലം കിട്ടുന്നതും ഇവിടെ നമുക്ക് ലാഭം ഉണ്ടാക്കുന്നതുമായ പല കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളൂ. നമുക്ക് സ്വർഗീയമായതിനെക്കുറിച്ച് ചിന്തിപ്പാൻ നമുക്കുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല എപ്പോഴും. അപ്പോൾ ശിഷ്യന്മാർ വിളിക്കുമ്പം അവർ ഇട്ടിട്ട് പോകണമെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നടന്നു പോയി, അവിടെ നമ്മൾ ഇട്ടിട്ട് പോവുമോ? വിട്ടിട്ട് പോകാൻ തക്കവണ്ണം മത്തായിയെ വിളിക്കുമ്പോൾ, പത്രോസിനെ വിളിക്കുമ്പോൾ, ശിഷ്യന്മാരെ എല്ലാം വിളിക്കുമ്പം, അല്ലെങ്കിൽ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ഈ യേശുവിൽ പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലേ. യേശു ദൈവമാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. യേശു ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് പഴയ നിയമത്തിലെ ഭാഗങ്ങളിലെല്ലാം യേശുവിനെ കുറിച്ചെല്ലാം ഉണ്ട് എങ്കിൽ പോലും യേശു ഒരുപക്ഷെ ഇസ്രായേലിൽ ആ കാലഘട്ടങ്ങളിൽ തന്നെ സാധാരണ ഒരു ബാലനായി ജനിച്ച് വളർന്ന് യുവാവായി 30-ാം വയസ്സിലാണ് ശിഷ്യന്മാർ കണ്ടുമുട്ടുന്നത് അല്ലേ. പക്ഷെ അപ്പോൾ വേണമെങ്കിൽ എൻ്റെ നാട്ടുകാരനാണ്, അവനാണോ എന്നെ വിളിച്ചത് എന്ന് ചിന്തിച്ച് വേണമെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ യേശുവിലെ ദൈവത്വം അവർക്ക് വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അല്ലേ. യേശുവിൻ്റെ വാക്കുകൾ, വചനങ്ങൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. നമുക്ക് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ് മാത്യു, മാർക്കോ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഏത് വായിച്ചാലും നിങ്ങൾക്ക് ഇതേക്കുറിച്ച് മനസ്സിലാവും. നമ്മളിത് വായിക്കാതിരുന്ന് നമ്മൾ അത് ശരിയല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇതിലേതെങ്കിലും ഒരു സുവിശേഷം, പ്രത്യേകം മത്തായി, യോഹന്നാനും അല്ലെങ്കിൽ മർക്കോസോ ലൂക്കോസോ യോഹന്നാനോ ഏതെങ്കിലും വായിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. ഇത് സാധാരണ വചനങ്ങളല്ല. അത് നമുക്കിത് എഴുതിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ മനുഷ്യർ ആരും ഇന്നവരെ ഇതിനോട് സമമായ ഒരു കോപ്പി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് ദൈവശ്വാസീയമാണെന്നാണ് പറയുന്നത്. ഓരോ ദൈവവചനവും ദൈവശ്വാസീയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരെ വിളിച്ചതുപോലെ ഉള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ശിഷ്യന്മാർ വിളിച്ചതുപോലെ തന്നെയാണ് നമ്മളെയും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ യൂദയെക്കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ, ഒറ്റ കൊടുക്കുക എന്നുള്ള കാര്യം. അപ്പം ദൈവം പലതും മുന്നമേ അറിയുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചൊരു ഭയപ്പെടുത്തുന്ന കാര്യം. അപ്പം നമ്മുടെ നാളുകളെയും ദൈവം അറിയുന്നു എന്നുള്ളത് ഇതിലൊരു ഘടകമാണ്. അപ്പോൾ ദൈവം നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടില്ലേ എന്ന് ചോദിക്കും, അതുമുണ്ട്. അപ്പോൾ ഫ്രീ വില്ലും തന്നിട്ടുണ്ട് ദൈവം. നാളെ നമ്മൾ എന്ത് ചെയ്യും, നാളെ എല്ലാം ദൈവം അറിയുന്നു, നമ്മുടെ ഹൃദയം ദൈവം അറിയുന്നു. പക്ഷെ ദൈവം ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ദൈവവചനം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രോസസ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. അതും ഇതും അവിടെ ഇവിടെയും തൊടാത്ത സ്റ്റോറീസ് പറഞ്ഞ് നമ്മളെ വഞ്ചിച്ച് നമ്മളെ എന്താ പറയുക, ഒന്നുമില്ലാത്തൊരു ലാൻഡിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമല്ല. വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. നമുക്ക് മനസ്സിലാവും, ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ദൈവത്തെ. ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കുന്ന, ദ്രോഹിക്കുന്ന, ദൈവനാമത്തിൽ ആരെയും അല്ലെങ്കിൽ ഒരാളെ നിർബന്ധിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒരു പ്രോസസ്സേ ഇല്ല. ദൈവം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് കാണാൻ കഴിയും. പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ സ്നേഹം തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം. അങ്ങനത്തെ ഒരു ദൈവമാണ്. അപ്പോൾ കർത്താവ് വിളിക്കുന്നുണ്ട്. ശിഷ്യന്മാരെ വിളിച്ചു, അവരെ ശിഷ്യന്മാരാക്കി. അതുപോലെ ഒരു വിളിയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് വിളിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിപ്പിക്കാതെ പല ആളുകൾ ദൈവവചനം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവവചനം സംസാരിക്കുമ്പം ഒരു ആൾ ദൈവവചനം ഇപ്പോൾ നിങ്ങൾ കേൾക്കുമ്പം, ആദ്യമായിട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ ഈ കർത്താവിൻ്റെ വിളിയെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇത് മനുഷ്യരല്ല. ഇപ്പോൾ വചനം സംസാരിക്കുന്ന ഒരാൾക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ദൈവം സ്നേഹിക്കുന്നു, കർത്താവിലൂടെ ശിഷ്യരാകാൻ വിളിക്കുകയാണ് ചെയ്യുന്നത് ആ വ്യക്തിയെ. അപ്പോൾ ഈ ശിഷ്യരാകാനാണ് കർത്താവ് വിളിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാനാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഈ ശിഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാനുഷിക വിളി അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ
വളരെ റെസ്പെക്റ്റോടെ, ഭയത്തോടെ സ്നേഹത്തോടെ എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ റെസ്പെക്റ്റോടെ അല്ലെങ്കിൽ വില കൊടുക്കണം. ഇതിന് വില കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു വിളിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗീയമായൊരു വിളി. അതായത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയ ഒരാൾ, അല്ലെങ്കിൽ ഇലോൺ മാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം സൃഷ്ടിച്ച ആളെ നിങ്ങൾ കാണുന്ന എത്ര ആദരവോടെയാണ് അല്ലേ? ഞാൻ ഉൾപ്പെടെ നമ്മൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയെ ആകാശത്തെയും സൃഷ്ടിച്ച, തൻ്റെ വാക്കിനാൽ വിളിച്ചു വരുത്തിയ, തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച ദൈവം, അത്രമാത്രം സ്നേഹവും അത്രമാത്രം പവർഫുള്ളായൊരു ദൈവത്തിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഇതാണ്. കുഴപ്പം ഇതാണ്, മറ്റുള്ളവൻ്റെ നിന്ന് അടി വാങ്ങുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് കർത്താവ് വിളിക്കുന്നത്. പറഞ്ഞത് ഡീപ്പായിട്ട് പറയുകയാണ്, തെറ്റിദ്ധരിക്കരുത്. ദൈവവചനം മറ്റുള്ളവനോട് പങ്കുവയ്ക്കുക, ഇതാണ് കർത്താവിൻ്റെ വിളി. ദൈവവചനം മറ്റുള്ളവനോട് പങ്കുവയ്ക്കുക, ഇതാണ് സുവിശേഷം മറ്റുള്ളവനെ അറിയിക്കുക എന്നുള്ളതാണ് ഈ വിളിയുടെ ഏക ഉദ്ദേശം. അതായത് ഈ വചനം ഒരു മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യും, രൂപാന്തരപ്പെടുത്തുന്ന വചനമാണ്. അപ്പോൾ ഈ വിളിക്കുന്ന, ഇപ്പം എന്നെ വിളിച്ചു എന്ന് വെച്ചോ, കർത്താവ് എന്നെ വിളിച്ചു കഴിയുമ്പം എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു രൂപാന്തരമുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷനുണ്ട്. അത് ഞാൻ പരിശ്രമിച്ചിട്ടോ ഉപവസിച്ചിട്ടോ വരുന്ന ഒരു രൂപാന്തരത്തെക്കുറിച്ചല്ല പറയുന്നത്. എൻ്റെ കഠിന പ്രയത്നമോ ഞാൻ അലറി വിളിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ പ്രാർത്ഥിക്കണേ ഇല്ല എന്നല്ല പറയുന്നത്. അപ്പം അതിനേക്കാളുപരി നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. കാണുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ റെസ്പെക്റ്റ് കൊടുക്കണം, നമ്മളതിനെ ഭയപ്പെടണം, അതിനെ മാനിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് ദൈവവചനം വളരെ ഫോർമലായിട്ട് ചിന്തിക്കുന്നതിനേക്കാളും വളരെ സരളമായി ചിന്തിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഇടയാവും, ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഇടയാവും. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഈ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെയും ആളല്ല, പ്രസ്ഥാനത്തെ ഫോളോ ചെയ്യുന്ന ആളല്ല, ഞാൻ സഭയുടെ ആളല്ല, വക്താവല്ല. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്, എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തിൻ്റെ പൊരുൾ മറ്റുള്ളവന് മനസ്സിലാക്കി കൊടുക്കുക, ദൈവത്തിൻ്റെ ഹിതം മറ്റുള്ളവനെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ഇതെടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് മറ്റുള്ളവനെ കാണിച്ച് വ്യൂ കിട്ടാനോ അല്ലെങ്കിൽ ഇത് നിങ്ങളിൽ നിന്ന് പ്രശംസ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. കർത്താവിൻ്റെ മനോഭാവം എന്തായിരുന്നോ, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. നശിച്ചു പോകുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിളിയാണ് ദൈവം ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെയും വിളിക്കുന്നത്, എന്നെയും നിങ്ങളെയും വിളിക്കുന്നതും വിളിച്ചിരിക്കുന്നതുമായ ലോകസ്ഥാപനത്തിന് മുമ്പ്. നിങ്ങൾ ഈ വിളി കേൾക്കുമ്പം ആ ദൈവത്തിൻ്റെ ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങളെ കണ്ടതും നിങ്ങളുടെ വില്ലും കൂടി കമ്പൈൻഡായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊരു മൊമെൻ്റാണ്. നമുക്കറിയാം, രണ്ട് നദികൾ കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ ചെന്ന് ചേരുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിനൊരു ഉദ്ദേശം ഉണ്ടാവുകയാണ്, നമ്മുടെ ജീവിതം ദൈവത്തിന് ആഗ്രഹമുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ വരികയാണ്. ചെറുപ്പമുണ്ട് അല്ലേ, ബാല്യമുണ്ട്, ശൈശവം, അത് കഴിഞ്ഞ് നമ്മൾ മുതിർന്ന് നമ്മൾ എന്താ പറയുക, ആ ഒരു സ്റ്റേജ് ഉണ്ട്. അതെല്ലാം കഴിയുമ്പം ആ ഒരു ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു കാലമുണ്ട്. കുഞ്ഞിലും ദൈവത്തെ അറിയാൻ പറ്റും, ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റും, ഇൻഫർമേഷൻസ്, നോളജ് എല്ലാം കിട്ടും. പക്ഷെ ശരിക്കും ദൈവത്തെ നമ്മൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനിലേക്ക് പാപം വന്ന് കയറുമ്പോഴാണ് ശരിക്കും ഈ പാപമാണ് മനുഷ്യനെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. കാരണം ഈ പാപം എന്നുള്ളത് നമ്മളെ വേട്ടയാടുന്ന ഒരു അവസ്ഥ വരും മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഈ പാപം നമ്മൾ അറയ്ക്കുന്ന ഒരു സമയം വരും. ഈ പാപം നമ്മൾ വെറുത്ത് പാപത്തെ വിട്ടോടാൻ നമ്മുടെ ആത്മാവിൽ നമ്മൾ അലറി വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദീനരോധനം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ശരിക്കും ദൈവത്തെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ ദൈവത്തെ കണ്ടുമുട്ടുന്നത്, ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഭാരം ബിൽഡ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഈ പാപത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ ഭാരങ്ങൾ ബിൽഡ് ചെയ്തു, അത് നിറഞ്ഞ് വന്ന്
നമുക്ക് താങ്ങാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഈ ലോകത്തെ പല അവസ്ഥകൾ നമ്മൾ ഈ ഭാരം ഇറക്കി വയ്ക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും, നല്ല അല്ലെങ്കിൽ ഒരു സിനിമ പോയി കാണുമായിരിക്കും. ഞാൻ കാണുന്നു എന്നുള്ളത് ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ അർത്ഥം, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ഈ ലോകപരമായ മദ്യപാനമോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുക, അങ്ങനെ അതിൻ്റെതായ പല നമുക്ക് കഴിയുന്നതായ പല കാര്യങ്ങളും ഈ ലോകത്തെ ഭാരം ഇറക്കി വയ്ക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ ഈ പാപം എന്ന് പറഞ്ഞ ഭാരം, ഈ പാപഭാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപങ്ങൾ എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മുടെ ബാക്ക് ഇൻ ദ മൈൻഡ്, നമ്മളത് ഒരിക്കലും നമ്മളിന്ന് നീങ്ങിപ്പോകുന്നില്ല. കാരണം ഈ പാപങ്ങളെ നീക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രോസസ്സാണത്. അതൊന്നും മനുഷ്യർക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും ദൈവത്തോട്, പക്ഷെ അത് നീക്കുന്നത് ദൈവമാണ്. അതാണ് യേശുക്രിസ്തു സ്ത്രീയെ നിൻ്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള അധികാരം കർത്താവിനുണ്ടായിരുന്നു. അപ്പോൾ ആ അധികാരം നമ്മുടെ കർത്താവ് യേശു ശിഷ്യന്മാരുടെ കാല് കഴുകിയപ്പോൾ, ഞാൻ നിങ്ങളോട് കൂടെ ഞാൻ നിങ്ങളുടെ കാല് കഴുകിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കൂടെ കൂട്ടായ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു നമ്മളെ ശുദ്ധീകരിച്ചില്ല എങ്കിൽ നമുക്ക് പാപങ്ങൾ അവിടെ കിടക്കുകയാണ്. ഈ പാപങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ദൈവമായിട്ട് നമ്മളിങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ഇങ്ങനെ പാപങ്ങളിങ്ങനെ വെച്ച് കൂട്ടി 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 ബിൽഡ് ചെയ്ത് ദൈവത്തോട് എതിരായി മാറും. അവസാനം നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് ദൈവത്തോട് എതിരായി മാറും. എന്നാൽ ചിലരെല്ലാം ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനെ ക്രൈ ഔട്ട് ചെയ്യും, അറിയാതെ, ദൈവമേ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് പറ്റുന്നത്, എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് വിളിച്ച് ഇങ്ങനെ പറയും. ആ സമയത്ത് ഇപ്പം ഞാനില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരും വന്നില്ലെങ്കിൽ പോലും, ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ നമ്മുടെ രക്ഷകനായ കർത്താവ്, നമ്മളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനായ കർത്താവ്, നമ്മുടെ ഉള്ളങ്ങളെ ശോധന ചെയ്യുന്ന അറിയുന്നവനായ ദൈവം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പാപങ്ങളെ ക്ഷമിച്ചു തരും. ഇതിന് നിങ്ങൾ സഭയിലും ചർച്ച് അല്ലെങ്കിൽ എന്തോ നമ്മൾ ലോകത്തിൽ പറയുന്നത് അതിലൊക്കെ പോവാതിരിക്കാം. നിങ്ങൾക്കത് നിങ്ങളുടെ തുടക്കകാലങ്ങളിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ആദ്യ കാലങ്ങളിൽ ദൈവം നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളെ അറിയുന്ന ദൈവമുണ്ട്. ഞാനിപ്പോൾ പറയുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതൊരു കരച്ചിലായി, ഒരു തുറന്നു പറച്ചിലിൻ്റെ ഒരു അനുഭവം. നമ്മൾ ഒന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയാതെ, ഞാൻ നേരത്തെ പറഞ്ഞ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവമഹത്വത്തിന് യോഗ്യനായ ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്തിന് മുമ്പിൽ നമുക്കൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ തുറക്കുക, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് തുറന്നു പറയുക ദൈവത്തോട്. ദൈവം തുറന്നു പറയുമ്പോൾ നമ്മളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്. ഈ വലിയൊരു പ്രോസസ്സാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാതെ ചെറിയ ഒരു കുറച്ച് ആൾക്കാരുടെ ഒരു പാസ്റ്ററായിരിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വലിയൊരു മിഷനാണ് തന്നിരിക്കുന്നത്. മത്തായി 28 പറയുന്നത് എന്താ? നിങ്ങൾ ലോകമെമ്പാടും ലോകത്തിൻ്റെ എല്ലാ അറ്റത്തോളം പോയി സകല സൃഷ്ടിയെയും ശിഷ്യരാക്കിക്കൊള്ളൂ എന്ന് പറയണേ. അപ്പോൾ നമ്മൾ ശിഷ്യരാവേണ്ടത് ആവശ്യമാണ്. കാരണം ഇതൊരു ചെറിയ പ്രോസസ്സല്ല. ഒരു പള്ളിയിലോ ഒരു സഭയുടെ ഉള്ളിലുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ചല്ല പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ അറിയുമെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം. അത് വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ബ്രോഡർ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പം വലിയൊരു അനുഭവമാണ് കർത്താവ് തരുന്നത്. അതിലൂടെ കിട്ടുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും അതിലൂടെ കിട്ടുന്ന നല്ല ദാസനെ എന്നുള്ള വിളിയെക്കുറിച്ചും എല്ലാമാണ് ദൈവവചനത്തിൽ വളരെ ആഴത്തിൽ പറയുന്നത്. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറയുന്ന സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സഭയൊന്നും വേണ്ട, സഭ വേണ്ടെന്നല്ല, ഇത് മനസ്സിലാക്കാൻ സഭയോ അല്ലെങ്കിൽ അതിനൊന്നും കൂട്ടുപിടിക്കണ്ട. നിങ്ങൾക്ക് വചനം ശ്രദ്ധിക്കാം. ഞാൻ അടുത്ത നാളുകളിലേക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വചനങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ജീവനായി പരിണമിക്കുകയാണെങ്കിൽ, നിങ്ങൾ മനുഷ്യരോട് ആരോടും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു അടിസ്ഥാനമാണ് ഞാൻ ഇട്ട് തരുന്നത്, നിങ്ങൾക്കൊരു തുടക്കമാണ് ഇട്ട് തരുന്നത്. ഇതിൻ്റെ നിറവിലേക്ക് വരുമ്പോൾ പല അവസ്ഥകളിലും നമുക്ക് മാറ്റങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥ,
മാനസാന്തരം എന്നുള്ള വേർഡ് ബൈബിൾ വേർഡാണ്, റിപ്പൻറ്റൻസ് ആണ്. അല്ലാണ്ട് ചില സഭകളോ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളോ അയ്യോ നീ മാനസാന്തരപ്പെട്ടോ, അതൊക്കെയും പിശാച് ചെയ്യുന്നതാണ്. നിങ്ങളെക്കൊണ്ട് അങ്ങനെയാണെന്ന് മനുഷ്യരാക്കി തീർത്ത് ചില സഭകൾ ഇത് മാനസാന്തരം ചില പ്രസ്ഥാനങ്ങളുടെയാണ്, അല്ലെങ്കിൽ ബ്രദറൻകാരുടെ പെന്തക്കോസുകാരുടെയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്കി തീർക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ മാനസാന്തരം യാക്കോബൈറ്റായ കാത്തലിക്കായാലും ഏത് പ്രസ്ഥാനമായാലും മാനസാന്തരം ആവശ്യമാണ്. കർത്താവ് മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു അല്ലേ, യോഹന്നാൻ മാനസാന്തരം പ്രസംഗിച്ചു അല്ലേ. അപ്പോൾ മാനസാന്തരപ്പെട്ട് നമ്മൾ മടങ്ങി വരണം ദൈവത്തിലേക്ക്. ഈ മടങ്ങി വന്ന് കർത്താവിൻ്റെ വിളി കേട്ട് ഞാനീ പറയുന്നത് വിവാദം ഉണ്ടാക്കാനല്ല, എസെൻസാണ് പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ ദൈവം സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യ പടി കിടക്കണം. ആദ്യ പടി എന്ന് പറഞ്ഞാൽ മാനസാന്തരം തന്നെയാണ്, അതിന് വേറെ വേർഡില്ല. ഇംഗ്ലീഷിൽ റിപ്പൻറ്റൻസ് എന്ന് പറയും. നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ ഇംഗ്ലീഷ് നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ മലയാളികൾക്ക് ഇത് ആദ്യം കേൾക്കുമ്പോൾ വളരെ അസ്വസ്ഥത തോന്നും. നിങ്ങൾ കണ്ട ആളുകളെ കണ്ടു മടുത്തിട്ടുണ്ടോ? ഒരിക്കലും ആളുകളെ കണ്ടു മടുത്തു എന്ന് പറഞ്ഞ് ദൈവവചനം ഇട്ടിട്ട് പോരുത്. ആളുകൾ പല വിധമാണ്. കർത്താവ് മാത്രമേ ഉള്ളൂ വിശ്വസിക്കാൻ പറ്റുന്നത്, റിലയബിൾ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കുക എന്ന് പറഞ്ഞത്. ആളുകളെ കണ്ട് മടുത്ത് ദൈവവചനത്തെ വിട്ടു പോകരുത്. കാരണം നിങ്ങൾ വിട്ടു പോകുന്നത് നിങ്ങളുടെ അസുഖം മാറാൻ മാത്രമല്ല, സാമ്പത്തിക ഭദ്രത ഉണ്ടാവാൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരാൻ വേണ്ടി മാത്രമല്ല. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതെല്ലാം ജീവിതത്തിൽ നിന്ന് ഇല്ലാതെ ആവുന്ന ഒരു അനുഭവമായിരിക്കാം. അത് നിങ്ങൾ കർത്താവിനെ നോക്ക്. സർവവും വെടിഞ്ഞവനായ ആ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതും ഈ ലോകത്തിൽ ക്രൂശിൽ കിടന്നതും എല്ലാം ഒന്നുമില്ലാത്തവനായി, എല്ലാം ഉണ്ടായിട്ടും, അതായത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താഴ്ന്ന ലോകത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. പാപികളായ നമ്മൾക്ക് വേണ്ടി പാതാളത്തോളം താഴ്ത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം അത്രമാത്രം ഈഗോ സാക്രിഫൈസ് ചെയ്യാമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ദൈവവചനം അനുസരിക്കാൻ എന്ത് ഈഗോ ആണുള്ളത്? അപ്പം ഇത് ഞാൻ പറയണേ, ഇത് ഒരു തരത്തിലും നിങ്ങളെ വഞ്ചിക്കരുത്. ഈ വചനം ഒരുപാട് കോട്ടിപ്പോയിട്ടുണ്ട്, വചനം ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. അത് പറയുന്ന ആളുടെ ഇഷ്ടം അനുസരിച്ച് ദൈവവചനം പറയുന്ന ഒരു അനുഭവമുണ്ട്. അത് ചിലപ്പോൾ ആവേശത്തിൽ പറയും, ചിലപ്പോൾ അത് വലിയ പടക്കം പൊട്ടുന്ന പോലെ ശബ്ദത്തിൽ സംസാരിക്കും, എന്നാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഒരർത്ഥമില്ലാതെ എന്താണ്ടൊക്കെ പറയും. ഇതൊന്നും അല്ല ദൈവവചനം. ഇപ്പോൾ സംസാരിച്ച വചനങ്ങളാൽ നിങ്ങൾക്ക് ശുദ്ധി വന്നു എന്ന് പറഞ്ഞാൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശുദ്ധി വരും. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ ഞാൻ ബൈബിൾ റെഫറൻസ് എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. ഇത് പറയുന്ന 100% വചനങ്ങളാണ്. എനിക്കിതിപ്പോൾ നിങ്ങളോട് എങ്ങനെയാണത് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, ഞാൻ പറയുന്ന വചനങ്ങളുടെ റെഫറൻസുകൾ ഇടാൻ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഞാനത് പിന്നീട് അതിലേക്ക് നേരെ അപ്ലോഡ് ചെയ്യുകയാണ്. എഡിറ്റിങ്ങിനൊന്നും സമയമില്ല, കാരണം ജീവിതത്തിൽ സമയം വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. റെഫറൻസ് ബൈബിള് ഞാൻ എടുക്കും, ബൈബിള്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ അടിസ്ഥാനം മറഞ്ഞു കിടക്കുകയാണ്. അടിസ്ഥാനം കിട്ടാൻ കഴിയാത്ത രീതിയിൽ ഈ പള്ളി അച്ഛന്മാരും സഭാ പാസ്റ്റർമാരും പല ആളുകളും ഈ ദൈവവചനം എന്താണെന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളി എന്താണെന്നുള്ളതിനെക്കുറിച്ചും പഠിപ്പിക്കുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, അവർക്ക് ഈ വെളിച്ചം കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ പറയുമ്പം ഇത് ഒരിക്കലും ആരെയും വിഷമിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടുള്ളതല്ല. കാരണം നമ്മൾ ഒരിക്കലും ആരെയും ദൈവരാജ്യം അടച്ചു കളയാൻ പാടില്ല. ഇതെല്ലാവർക്കും കടന്നു വരേണ്ട ഒരിടമാണ്. കർത്താവിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവത്തെ അറിയാത്തവരാരും ഇതിനെക്കുറിച്ച് തെറ്റായി പഠിപ്പിക്കുന്നില്ല, ഉണ്ടോ? ദൈവത്തെ അറിയുന്നതെന്ന് പറയുന്ന ആളുകളാണ് ഇത് പഠിച്ച് തലയും വാലും പഠിച്ച്. നമുക്കൊരു വചനത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് എടുത്ത് പ്രസംഗിക്കാൻ കഴിയും. പക്ഷേ ഈ വചനത്തിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം കൂടിയും നമ്മൾ ആളുകളെ അറിയിക്കേണ്ടതാണ്. ചിലപ്പോൾ ആ വചനം മാത്രമായിരിക്കും വേറൊരാളുടെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ അയാളും അതിൻ്റെ തലയും വാലും കേൾക്കുന്നില്ല. പക്ഷേ എല്ലാത്തിലും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പർപ്പസും എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ പ്രോസസ്സ്, പർപ്പസിനെക്കുറിച്ച് മറന്നു പോകരുത്. കാരണം നമ്മുടെ ആയുസ് എന്ന് തീരാന്ന് നമുക്കറിയില്ല. നിൻ്റെ യൗവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളാനാണ് വേറൊരു വചനത്തിൽ പറയുന്നത്. നമ്മുടെ യൗവനത്തിൽ നമ്മുടെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം.
മധ്യവയസ്ക് കർത്താവിനെ ഫുൾ ശിഷ്യനായി മാറാൻ. അതായത് മധ്യവയസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 20-25 ഒക്കെ ആകുമ്പോഴത്തേനും കർത്താവിൻ്റെ ശിഷ്യനാവാൻ പാകത്തിന് കർത്താവിനെ ഫുൾ അനുഭവം. ഞാൻ പറഞ്ഞ കർത്താവ് വന്നു കഴിഞ്ഞാൽ, ഇന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അറിവ് കുറവ് മൂലം പറയണേ. കർത്താവിൻ്റെ ആഗ്രഹം ഇന്ന് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ വിടുവിൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ വചനങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശിശു ആയിരിക്കുമ്പോൾ മുതൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നതിന് മുമ്പുള്ള പ്രോസസ്സാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ചെറുപ്പകാലം എൻജോയ് ചെയ്യണം അല്ലേ, അവർക്ക് എല്ലാ ലോകത്തിൻ്റെ മോഹങ്ങളിലും കൂടെ കടന്നു പോകണം. പക്ഷെ ഒരിക്കലും മറന്നു പോകരുത്, നമ്മളെ യൗവനത്തിലും ബാല്യത്തിലും എല്ലാം അറിയുകയും കൂടെ ഇരിക്കുകയും നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യുന്ന ദൈവം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അകന്നു പോകരുത്. ഈ ഒരു ദൈവത്തിലൂടെ ഒരു വഴി എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇത് വളരെ മനോഹരമാണ്. നിങ്ങൾ എന്തോരം ഭാരങ്ങളാണ് നിങ്ങൾ ചുമക്കുന്നത്. നിങ്ങളിതൊന്നും ചുമക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യം പറയാം. ചെറുപ്പം മുതലേ മനുഷ്യന് ഭാരമുണ്ട്. 10-12 വയസ്സ് മുതൽ, എനിക്ക് 11 വയസ്സുള്ളൊരു കുഞ്ഞുള്ള, 10-12 വയസ്സ് മുതൽ എൻ്റെ കൊച്ചിന് ഇതുവരെ ഭാരം വന്ന പോലെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അത് ദൈവത്തെ അറിയുന്നതിൻ്റെ ഒരു ഗുണമുണ്ട്. ഞാൻ ഒരു സഭയെ, പ്രസ്ഥാനം, മതമൊന്നും പഠിപ്പിക്കില്ല എൻ്റെ കൊച്ചിന് ഞാൻ ദൈവവചനം എന്താണോ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അത് പഠിപ്പിക്കും. നാളെ അവൾ എന്തായിത്തീരുന്നതെന്ന് എനിക്കറിയില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് അപ്പനാണോ അമ്മയാണോ കുഞ്ഞാണോ ഭാര്യയാണോ ഇതൊന്നും നമുക്ക് നിയന്ത്രണമില്ല. നമുക്ക് നിയന്ത്രണമുള്ളത് നമ്മളെ തന്നെയാണ്. എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന് സന്ദേശം ഞാൻ കേൾക്കുമ്പം അതിനോട് റെസ്പോണ്ട് ചെയ്യുക, അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു തുടർച്ചയായി ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ, കേൾക്കുന്ന നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ, എനിക്ക് കേൾവിക്കാരുണ്ട്. എൻ്റെ ചെറിയ ചാനലാണ്. ഞാൻ എൻ്റെ ഫാമിലി ചാനലിനോട് കൂടെയാണ് ചെയ്തത്. പണ്ട് ഞാൻ കുറച്ച് മെസ്സേജുകൾ റെക്കോർഡ് ചെയ്തത്, അതൊക്കെ പോയി പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ട് ഇതായിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊരു തുടക്കമാണ്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കേൾവിക്കാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്ദേശങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് കേൾവിക്കാരുണ്ട് എന്ന് അറിയുമ്പോൾ സന്തോഷമുണ്ടാവും. ഇതിലൂടെ സാമ്പത്തികമായ ഉന്നതിയോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ്. ഞാൻ പുറത്ത് വന്നു എന്നുള്ളൂ, അല്ലാതെ അതിലുപരിയായി ജീവിതത്തിലൊന്നും കെട്ടിപ്പടുക്കണമെന്നോ സ്വപ്നം കണ്ട് നടക്കുന്ന ആളൊന്നുമല്ല. കുടുംബജീവിതം എന്ന് മാത്രം ഒരു അടിസ്ഥാനത്തിൽ മുമ്പോട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ കണ്ടെത്തുക. ഈ പരമവിളി എന്താണെന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം ഈ വിശുദ്ധനായ ദൈവം ആരെയും ദ്രോഹിക്കാത്ത ദൈവം, ആരെയും നമ്മളെ എപ്പോഴും കരുതുന്ന ഒരു കർത്താവാണ്. കർത്താവിനെക്കുറിച്ച് കൂടുതലായി പഠിക്കണം. ഈ സന്ദേശം അവിടെ നിർത്തുന്നു. എനിക്ക് സാധാരണ ഭാഷയിൽ സംസാരിക്കാനാണ് ഇഷ്ടം. ഞാൻ ഒരുപാട് ഒഫീഷ്യലായിട്ട് സംസാരിച്ച് പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ തോന്നും. ഞാൻ നിങ്ങളെ ആത്മാവിൽ ഇങ്ങനെ കുറേ ആളുകൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിലിരിക്കുമ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾ കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ട്രാൻസ്ഫോർമേഷൻ വരണം. നിങ്ങൾ രൂപാന്തരപ്പെടണം. നിങ്ങൾ ദൈവത്തിൽ സബ്മിറ്റ് ആവണം. വേറെ ഒന്നും ചെയ്യണ്ടായി. കേൾക്കുന്ന വചനങ്ങൾക്ക് മുമ്പിൽ തന്നെത്താൻ താഴ്ത്തി സമർപ്പിക്കുക. ദൈവം നിങ്ങളെ ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രങ്ങളാക്കി തീർക്കും. ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ.